ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്താണ് സ്ത്രീകളുടെ കുട്ടികളുടെ ചികിത്സ നടന്നത്. സ്ത്രീകളുടെ ചികിത്സയെ പണ്ട് സൂതി കർമ്മിണികളാണ്, അതായത് അല്ലെങ്കിൽ മരുത്തോടെയാണ് നടത്തിയിരുന്നത്. പ്രസവത്തിന് 9 നാൾ കിടക്കുമ്പോഴേക്കും ഗർഭിണിയായിട്ട് അമ്മ അവരോട് വന്നിരുന്നുള്ളതാണ്. സാധാരണ ആൾക്കാർക്കല്ല, ഒരു പ്രത്യേകിച്ച് പരിഗണനയുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരുന്നത്. ഇതിനകത്ത് ഇത് രക്തം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള രക്തയന്ത്രം കൊണ്ട് നിർമ്മിക്കപ്പെട്ടത്. ഇതിനകത്താണ് പ്രസവം കഴിഞ്ഞ് 9 നാൾ ഇതിനകത്താണ് ചികിത്സ. തൈലാദിവാസം പോലുള്ള ചികിത്സ ഇതിനകത്താണ്. ആ സമയത്ത് ഈ കാണുന്ന എണ്ണത്തോടെ അമ്മത്തോടെ നിലവിൽ അറിയപ്പെടുന്നത്. കുട്ടികൾക്ക് പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. രോഗി ഔഷധം വന്ന വഴിയാണ് ടോയ്ലറ്റ് സംവിധാനം വരെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 9 നാൾ മുമ്പായിട്ട് ഇവിടെ വന്നാൽ എല്ലാ ദിവസവും പ്രസവത്തിന് 1 ദിവസം വരെ മുമ്പായിട്ടും ഈ കാണുന്ന തുരങ്കപാത വഴി അവർ സഞ്ചരിച്ചെന്നുള്ളതാണ്. കിടവിളക്കിനെ വണങ്ങി വരുമെന്നുള്ളതാണ്. ഇത് ഇവിടെയാണ് ഈ പണ്ട് ഈ സിദ്ധവൈദ്യ അല്ലെങ്കിൽ സിദ്ധവൈദ്യ ചികിത്സ നടന്നത്. ശരിക്കും ഇവിടെയായിരുന്നു പ്രധാന ചികിത്സകൾ. ഈ കാണുന്ന മരുത്തപ്പുരയുടെ വാതിലടക്കി അടച്ച് ഇതിനകത്ത് 5 ചികിത്സ നടന്നത്. തൈലാദിവാസം, കായകൽപ്പം, ധാര, നസ്യം, ധ്യാനം, അങ്ങനെ 5 തരത്തിൽപ്പെട്ട ചികിത്സകൾ ഉണ്ടായിരുന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത് തൈലാദിവാസം. ഈ കാണുന്ന എണ്ണത്തോണിക്കകത്ത് 108 തുടം എണ്ണ വീട്ടിയിട്ട് എണ്ണയിൽ മുങ്ങിയുള്ള ചികിത്സാ രീതികളുണ്ട്. 108 തുടങ്ങി നമ്മൾ ഈ ഇന്നത്തെ ഒരു ബാത്തിനപ്പിൽ കിടക്കും പോലെയാണ് എണ്ണയിൽ മുങ്ങിയുള്ള ചികിത്സകളാണ്. ഇതിനകത്താണ് കായകൽപ്പം എന്നുള്ള ചികിത്സ ആയത്. ഈ കായകൽപ്പം എന്നുള്ള ചികിത്സ ഒരു മനുഷ്യൻ്റെ യൗവനാവസ്ഥ 364 സംവത്സരം അതേപടി കൊണ്ടുപോകുന്നുള്ള ചികിത്സയായിരുന്നു. ചികിത്സ തുടങ്ങി ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപാന്തരം പ്രാപിച്ചു വരുന്ന കുഞ്ഞിന് സമാനമായിട്ടുള്ള ചികിത്സയാണ് കായകൽപ്പ ചികിത്സ. ചികിത്സ തുടങ്ങിയ അതായത് ഗർഭാവസ്ഥയിൽ 1-ാം മാസം കുഞ്ഞിന് തലയാണ് രൂപാന്തരം. ഇവിടെയും 1-ാം മാസം തലയ്ക്കുള്ള ചികിത്സയാണ്. 2-ാം മാസം കൈകൾക്കുള്ളതാണ്. ഇവിടെ അതാണ്. 3-ാം മാസം നിർജീവ കോശങ്ങളായിട്ട് തൊട്ട് നടക്കുമ്പോഴേക്കും അവിടെ ഏതാണ്. 4-ാം മാസം സപ്തധാതുക്കളുടെ ചികിത്സയാണ്. 5-ാം മാസം ആന്തരികങ്ങളുടെ ചികിത്സയാണ്. 6-ാം മാസത്ത് പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യ കേന്ദ്രമായിട്ടുള്ള പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ 100 നൂറ്റാണ്ട് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഈ രോഗപ്രതിരോധ ശേഷിയുടെ ചികിത്സ നടക്കുമ്പോൾ ഇവിടെ ഗർഭത്തിലൊരു കുഞ്ഞ് കൃത്യമായിട്ട് കവചങ്ങളായിട്ട് തലകീഴായിട്ട് വന്ന മാസമാണ്. ഇതിൻ്റെ ചികിത്സ ഇറങ്ങുന്ന വ്യക്തി മരണം വരയ്ക്കും അതേ അവസ്ഥയായിരിക്കും എന്നുള്ളതാണ്. വെച്ച് കഴിഞ്ഞാൽ അകാല മൃത്യു ഒരിക്കലും കായൽപ്പ് പറഞ്ഞില്ല. ഈ കായൽപ്പ് ചികിത്സ ചെയ്തവൻ മരിക്കൂലെന്നല്ല, ആക്സിഡൻറ്റിലോ ആക്രമണത്തിലൊക്കെ മരിക്കാം. പക്ഷേ അവനെ എപ്പോഴും മാന്യമായിട്ട് ജീവിച്ച് പോയി കഴിഞ്ഞാൽ 364 വർഷം ജീവിക്കാന്നുള്ളതാണ്. അതിന് ഒരു ക്രമമുണ്ട്. അതിനനുസരിച്ച് ആ ഒരു ഭക്ഷണ രീതിയായിരുന്നു, ഔഷധങ്ങൾ ഇല്ലാതൊരു ക്രമം ഉണ്ടെന്നില്ല. അതാണ് ശാസ്ത്രീയമായിട്ട് പറയണത്. താളിവലുകൾ ഇതെല്ലാം ഇന്ന് അതിനെല്ലാം മറ്റൊരു രീതിയിൽ അങ്ങ് വായി തോന്നിയ പോലെ പറഞ്ഞ് തന്നെ വേറെ എന്തോ സംഭവമാക്കി മണ്ണിനടി കൊണ്ട് കുഴിച്ചിട്ട് ചെയ്യണത് ആ രീതി വരെയാണ്. ഇതാണ് എൻ്റെ കണക്കെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നാട്ടിൽ ചെയ്യുന്ന ചികിത്സയാണ് കായകൽപ്പം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ധാരയിലും ധ്യാനത്തിലും തന്നെ ഈ ശബ്ദ ചികിത്സയും വൈദ്യ ചികിത്സയാണ് അത് ഏറ്റവും അതിപ്രധാനപ്പെട്ടത്. വൈദ്യുതി കണ്ടുപിടിക്കുന്നതിനും ഏകദേശം 300 വർഷം മുമ്പായിട്ട് സിദ്ധവൈദ്യത്തിൽ ചാലക ചികിത്സ എന്നുള്ള പേരിൽ വൈദ്യുതി ചികിത്സ നടത്തിയിരുന്നതായിട്ട് അതുപോലെ കാണാൻ വേണ്ടി പറ്റും. ഇതേപോലെ തന്നെയാണ് ശബ്ദ ചികിത്സ എന്ന് പറയുന്നത്. ഇത് നമ്മൾ നോക്കണം. ഈ ധാര ചെയ്യുമ്പോഴേക്കും അഗ്നിമണ്ഡലം തലച്ചോറാണ് നമ്മൾ അഗ്നിക്കൊണ്ടെന്നുള്ളത് നമ്മൾ നെറ്റിയാണ്. ഈ നെറ്റിയിൽ ഔഷധങ്ങൾ ഇങ്ങനെ ഒരു പശുവിൻ്റെ അകിടിൽ നിന്ന് സ്വയം ഇറ്റിറ്റ് വീഴുന്ന പാൽ തുള്ളികളാണ് നമ്മൾ അഗ്നിക്കൊള്ളുന്ന സമയത്ത് ഈ ധാര ചെയ്യുന്ന വ്യക്തി ഉണർന്നിരിക്കാനും പാടില്ല, ഉറങ്ങാനും പാടില്ല. കണ്ണടച്ച് ഈ ഇതിനോടൊപ്പം അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്താണ് സിദ്ധവൈദ്യൻ വന്ന് ഇത് പഞ്ചലോകം കൊണ്ട് നിർമ്മിക്കപ്പെട്ട കിണ്ണിയിൽ കരിമ്പനയുടെ കോല് കൊണ്ട് 108 പ്രാവശ്യം വലത്തോട്ടും 108 പ്രാവശ്യം ഇടത്തോട്ട് കറക്കുമ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയം പറഞ്ഞ ഓംകാരം പറഞ്ഞത്. ഈ ഓംകാരമാണ് നമുക്കിങ്ങനെ 5-6 അവസ്ഥ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളിത് 16 പ്രാവശ്യം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുമ്പോഴേക്കും നമ്മൾ ബോധാവസ്ഥയിൽ നിന്ന് അബോധാവസ്ഥയിലോട്ടും അല്ലെങ്കിൽ ബോധാവസ്ഥയിൽ അതിൽ നിന്ന് സുബോധം, ബ്രഹ്മം, ജ്ഞാനം, ഇങ്ങനെ 5 അവസ്ഥയിലോട്ട് പോകും. നമ്മൾ നേരെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുകയാണ്. അതിനകത്ത് ആ ശബ്ദം ഇങ്ങനെ തുടങ്ങുമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നോക്കണം, ആ ഒരു രീതിയിലാണ്. ഒരിക്കലും അടിച്ച് സൗണ്ട് എടുക്കാൻ പാടില്ല. കൊണ്ട് ചേർത്ത് വയ്ക്കണം. ശബ്ദം ഉണ്ടോ ഇല്ല, ഇതിൽ നിന്നാണ് തുടങ്ങേണ്ടത്.
ഞാൻ ഇപ്പോൾ വേറെ 7 പ്രാവശ്യം കറക്കിയുള്ളൂ. കണ്ണടച്ച് ഈ ശബ്ദത്തോടൊപ്പം നമ്മളെ മനസ്സിനെ കറക്കി വിടുകയാണ്. 16ാമത്തെ പ്രാവശ്യത്തിൽ ഈ ലോകമായിട്ടുള്ള ബന്ധം വേർപെടും. തിരിച്ച് 108 പ്രാവശ്യം ഇടത്തോട്ട് കറക്കും. നോക്കണം, അതും തൊടാൻ പാടില്ല. ഇങ്ങനെയുള്ള സൗണ്ട് കൂടുതലാണ്. ഇതൊരു വല്ലാത്ത ഒരു എഫക്റ്റാണ്. ഒരു കറക്കും 3 ഓം 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 വരെ. ഇതാണ് നമ്മളെ ഇതിലൂടെ നമ്മൾ ഫുള്ളായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ചികിത്സ കഴിഞ്ഞ് നടക്കുന്ന വ്യക്തിക്ക് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം എപ്പോഴും നിശ്ചയം മണ്ഡലത്തോട് നിൽക്കും എന്നുള്ളതാണ് അങ്ങനെ കാര്യം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈദ്യ ചികിത്സ നടക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇത് വേണാട് നാട്ടരാജ്യങ്ങളുടെ രാജമുദ്രയാണ്. ഇതിൽ പ്രത്യേകിച്ച് അന്നുള്ള ഈ മലയാള ഭാഷയിൽ അവിടുത്തെ ലിഖിതങ്ങൾ എഴുതിയിട്ടുണ്ട്. ആരെയാണ് ഇത്? അരണിയുടെ കോലാണ്. ഡയനാമ കണ്ടുപിടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വൈദ്യുതി ചികിത്സ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടത്തിയുള്ള തെളിവാണ്. എങ്ങനെ നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്താ ഇതിന്ന് വൈദ്യുതിയാണ് വരുന്നുള്ളതെന്ന് തെളിവുണ്ട് എന്നുള്ളൊരു ചെറിയൊരു ബൾബ് എടുക്കുക, ഒരു ഹോൾഡർ ഇടുക, ഓരോ ചുരുട്ടി നമ്മൾ ഉള്ളം കഴിച്ച് അതിൻ്റെ മേളിൽ കിണ്ടി വയ്ക്കണം. മറ്റൊരെണ്ണം കൊണ്ട് ഭൂമി കൊടുത്തിട്ട് അരണിയുടെ കോൽ കൊണ്ട് കറക്കപ്പോഴേ കമ്പരം എന്ന പ്രതിഭാസം വൈദ്യുതിനെ കണ്ടത്. ഇത് തന്നെയാണ് കോപ്പർ കമ്പ് ചുറ്റിയിട്ട് കാന്തം കൊണ്ട് കറക്കിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിനാണ് കറണ്ട് വന്നത്. അപ്പം നമ്മൾ നിങ്ങൾ തൊട്ടാൽ തന്നെ ഷോക്ക് അടിക്കും. ഇതിൽ ഒരാളുടെ കൈ പൊള്ളിക്കാനുള്ള ഷോക്ക് ഇതിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നേരെ എന്ത് ചെയ്യും? ഇവർ ഈ ചികിത്സയ്ക്ക് ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചിരുന്നത്. നോക്കട്ടെ, ഒന്നിട്ട് നോക്കിയാലാണ് നോക്കിയേ. ആദ്യം ഞാൻ ഒരാളുടെ കയ്യെ പൊളിച്ച് വിട്ടു, ആല കറക്കി വിട്ട് കൊട്ടു നോക്കിയേ. ബാങ്ക് നിധി അറിയണ്ട കമ്പന ഇത് തന്നെയാണ് കോപ്പർ കമ്പ് ചെയ്ത് എടുക്കണത്. വളരെ കുറവാണ്, മനസ്സിലാവണ്ട. അപ്പൊ മനസ്സിലായിക്കൊള്ള ഇത് തന്നെ ചാലക ചികിത്സ. നമ്മളെ നേരെ മന്ത്രോച്ചാരണങ്ങൾ ഒഴിയും. തലയ്ക്കുള്ള കാലിനിടയ്ക്ക് നേരെ കറക്കി കൊട്ടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും. ബോഡിയിലുള്ള നെഗറ്റീവ് എനർജി മുടിയെല്ലാം എണീക്ക് വരും. നമ്മൾ അടിച്ചടിച്ച് വരുമ്പോൾ ലെവൽ കയറി പിടിക്കണമെന്നായിരിക്കും, പിന്നെ ഷോക്ക് അടിക്കില്ല. ഇത് എൻ്റെ ശരി വേർത്ത് നിന്ന് ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. ഇപ്പോഴും എൻ്റെ ഉള്ളം കയറി നല്ലൊരു ശതമാനം പോകുന്നുണ്ട്, അറിയാൻ സാധിക്കും. അതാണ് നമ്മളെ എനർജിയുടെ ഫ്ലോ എന്ന് പറയുന്നത്. അതാണ്. അപ്പം അത് ഏറ്റവും ഇതാണ്. അപ്പം ഇങ്ങനൊരു കാര്യമുണ്ട്. അത് നസ്യം. ഗർഭത്തിൽ നമുക്ക് അമ്മയായിട്ടുള്ള ബന്ധം രണ്ട് ബന്ധമാണ്. നമുക്ക് അമ്മയായിട്ടുള്ള ഉച്ചന്തലയിൽ പൂക്കിൽ കൂടിയായിട്ടുള്ള ബന്ധമാണ്. ഈ 2 ബന്ധങ്ങൾ വേർപെടുന്ന ബന്ധമാണ്. ഉച്ചയോർമ്മ അടയുമ്പോഴാണ് നമ്മൾ ജീവൻ ബന്ധം ഉച്ച തുറക്കുമ്പോൾ മരിക്കും. ഇതേപോലെ തന്നെയാണ് നാഭിയിലുള്ള നാഭിയിൽ പറഞ്ഞാൽ എന്ത് അടയാണ്. നമ്മൾ ഈ അടയുന്ന 2 ദ്വാരങ്ങൾ പറഞ്ഞ അസുഖം നീർക്കെട്ട്, നീർദോഷം. ഇവിടെ മഞ്ഞപ്പിത്തം പോലുള്ള മാരകമായിട്ടുള്ള അസുഖം പറഞ്ഞ സമയത്ത് ഔഷധത്തി മൂക്കൊഴിച്ചിട്ട് വൊമിറ്റ് ചെയ്ത് ചെയ്യുന്ന ചികിത്സ. ഇതാണ് നാസ്യത്തിൽ പറഞ്ഞത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നേർക്കെട്ട്. ചികിത്സ ചെയ്യും. അത് ഇങ്ങനെ വാണിജ്യവൽക്കരിക്കപ്പെട്ടിട്ടുള്ളതല്ല. പിന്നെ അങ്ങനെ നമ്മൾ തോന്നണവർക്ക് മാത്രം ചെയ്യും. അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതേക്ക് വേണ്ടി മാത്രം. ഇതെല്ലാം ഇതിൻ്റെ ഇത് 6 മാസം വെച്ച് മാറ്റിയും കഴിക്കും. ഇത് ഇവിടെ ഈ വൈദ്യന്മാരുടേതായിട്ടുള്ള അവരുടെ സ്ഥലം